ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കുട്ടികളൊക്കെ ബിരിയാണിക്കൊക്കെ കരയുമ്പോൾ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാനൊക്കെ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ചോറ് കൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടത്തിന് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനത്തെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ്. ബിരിയാണീൻ്റെ എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം, വെളിച്ചെണ്ണ, ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്ത് വേണമെങ്കിലും എടുക്കാം നമ്മളെ ഇഷ്ടത്തിന്. ഇതിലേക്ക് ഞാൻ 2 വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പിട്ടിട്ട് ഒന്നും കൂടി വഴറ്റുന്നുണ്ട്. ഉപ്പിട്ട് വഴറ്റിയാൽ ഉള്ളി പെട്ടെന്ന് നമുക്കൊന്ന് വാടി കിട്ടും. ഇനി ഇതിലേക്ക് ഞാനൊരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കിയതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ബീഫൊന്നും ചിക്കനൊന്നും ഇല്ലാതെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂണ് ബിരിയാണി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് അല്പം തൈര് ഒഴിക്കുന്നുണ്ട്, ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സുർക്ക ഒഴിച്ച് കൊടുത്താലും മതി. ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണ് കുരുമുളകും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇഞ്ചിയും പച്ചമുളകും എരിവുള്ളതായതുകൊണ്ട് കുരുമുളകും അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളകും പൊടി ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും ചെറിയ ഇതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ ഉച്ചക്കൊക്കെ വെച്ച ചോറ് ബാലൻസ് ഉള്ളതാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് അധികം ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആ ചോറ് ഫുള്ളായിട്ട് ഞാൻ ഒരു മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ബീഫോ ചിക്കനോ ഒന്നും ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയപ്പോൾ മിക്ക ദിവസങ്ങളിലും മക്കൾക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാറുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിക്ക് വേറെ കറികളോ ഒന്നും വേണ്ട. അപ്പോൾ ഇറച്ചി മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക. അവർക്കും സന്തോഷമായി, നമുക്കും സന്തോഷമാവും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.